ഹലോ ഗായ്സ്, നമ്മുടെ ഫ്രാങ്കിളിൻ്റെ വീടാണെങ്കിൽ പോയി ഗായ്സ്. ഇപ്പോഴാണെങ്കിൽ ഞാനാണെങ്കിൽ മഴ പെയ്യനെ കൊണ്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഇവിടെയും ചോരുകയാണ്. നമുക്ക് വേറെ എങ്ങും പോയിക്കാൻ സ്ഥലമില്ല ഗായ്സ്. താണ്ട് ഇവിടെ ഒരു പേപ്പർ ഇറങ്ങണം, നമുക്കത് വായിച്ച് നോക്കാം. ഗൈസ്, ആ പേപ്പറിൽ എഴുതിയേക്കണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിന്നാണെങ്കിൽ നമ്മൾ ഒരു പ്ലെയിൻ ഈ നേരെ കാണുന്ന എയർപോർട്ടില്ലേ, അവിടെ നിന്നാണെങ്കിൽ ഒരു പ്ലെയിൻ എടുത്തിട്ടാണെങ്കിൽ നമ്മൾ കടലിൻ്റെ അതുവരെ പോകണം. എന്നിട്ട് അവിടെ ലാൻഡ് ചെയ്യാതെ തന്നെ അവിടെ കടലിൻ്റെ മണ്ടയിൽ കൂടെ ഇട്ട് തന്നെ കറക്കി പ്ലെയിനിന് വേറെ ഡാമേജ് ഒന്നും ഇല്ലാതെ എയർപോർട്ടിൽ കൊണ്ട് ലാൻഡ് ചെയ്യണം ഗൈസ്. ഭയങ്കര മഴയാണ്, നമുക്ക് ഓടി അവിടെ ചെല്ലാനായിട്ടാണെങ്കിൽ ഒരു സൈക്കിൾ പോലും എല്ലാം പോയി ഗൈസ്. ദാണ്ട് ഇവിടെ കാണുന്ന ഈ വലിയ ഈ പ്ലെയിൻ അല്ല ഗൈസ്. ഇതുകൊണ്ട് അവിടെ ചെറിയ ഒരു മഞ്ഞ പ്ലെയിനാണ് ഗൈസ്. കുറേ നേരം കൊണ്ട് നല്ല മഴയാണ്. ഇതുവരെയായിട്ടും മഴയൊന്നും തീർന്നിട്ടില്ല ഗൈസ്. ഞാനാണെങ്കിൽ ആ പ്ലെയിൻ്റെ അടുത്ത് എത്താറായി ഗൈസ്. ആ പേപ്പറിലാണെങ്കിൽ 3 ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇപ്പോൾ ഈ ടാസ്ക് ചെയ്ത് കംപ്ലീറ്റ് ആയാൽ ഇനി ബാക്കി രണ്ടാമത്തെ ടാസ്ക് അതിൽ എഴുതി കാണിക്കുകയുള്ളൂ ഗൈസ്. താണ്ട് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പ്ലെയിൻ എടുത്ത് നമുക്ക് പറത്തി ഇനി അങ്ങ് വരെ പോകണം ഗൈസ്. ഞാനാണെങ്കിൽ ഇത് ഇടയ്ക്കുള്ള ക്ലിപ്പുകൾ കാണിക്കുന്നില്ല, അത് കുറേ ലോങ്ങാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് ജസ്റ്റ് ലാൻഡ് ചെയ്യണമല്ല, ടേക്ക് ഓഫ് ചെയ്യണ കുറച്ചുള്ള സീൻസ് മാത്രമേ ഗൈസ് ഞാൻ കാണിക്കുന്നുള്ളൂ ഗൈസ്. പ്ലെയിനാണെങ്കിൽ ഞാൻ ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മളാണെങ്കിൽ ആ എയർപോർട്ടിൻ്റെ ആ ബോർഡർ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണെങ്കിൽ കുറേ ദൂരമുണ്ട്. ഈ മല കഴിഞ്ഞ് ഇനി അപ്പുറത്താണ് ഗൈസ് കടൽ. ഇതിൻ്റെ ഇടയിലുള്ള ക്ലിപ്പൊന്നും കാണിക്കുന്നില്ല ഗൈസ്. ഞാനാണെങ്കിൽ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള ക്ലിപ്സ് എല്ലാം കാണിക്കാം ഗൈസ്. ഞാനാണെങ്കിൽ കടലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനിയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ടാണെങ്കിൽ അവിടെ ഇട്ട് തന്നെ നമ്മൾ മണ്ടേ വെച്ച് തന്നെ നമ്മൾ വളച്ച് പോകണം, തറയിൽ ലാൻഡ് ചെയ്യില്ലെന്നാണ് ആ പേപ്പറിൽ ആ ടാസ്കിൽ പറഞ്ഞിരിക്കുന്നത് ഗൈസ്. ഞാനാണെങ്കിൽ പ്ലെയിൻ വളയ്ക്കുന്നുണ്ട്, അത്യാവശ്യം പാടാണ് ഗൈസ് ഈ പ്ലെയിൻ വളയ്ക്കാൻ ഗൈസ്. ആണ് നമ്മൾ വളച്ച റിവറല്ല കടൽ കടന്ന് ഇവിടെ റോഡിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. താണ്ട് ഇനി കുറേ ദൂരമുണ്ട് ഗൈസ്. ഇനി അവിടെ എത്താൻ ഇനിയാണെങ്കിൽ കുറച്ച് നേരം ഇനി അവിടെ എത്താറാവുമ്പോൾ ഞാനാണെങ്കിൽ ബാക്കി ഇതും കൂടെ കാണിച്ചു തരാം ഗൈസ്. താണ്ട് ഇവിടെ എത്തിയപ്പം മഴയൊക്കെ പോയി ഗൈസ്. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് ഗൈസ്. ഞാനാണെങ്കിൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്, ഇനി ലാൻഡ് ചെയ്യണം ഗൈസ്. ഞാനാണെങ്കിൽ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത്യാവശ്യം സ്പീഡിൽ നമുക്ക് ഇത്തിരി കുറച്ചും കൂടെ അങ്ങോട്ട് കൊണ്ട് നിർത്താം ഗൈസ്. അതുകൊണ്ട് അവിടെ ഒരു ബൈക്ക് ഇരിക്കുന്നുണ്ട്, അത് നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതെന്നാണ് തോന്നുന്നത് ഗൈസ്. ഞാനാണെങ്കിൽ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പ്ലെയിനാണെങ്കിൽ കൊണ്ട് നിർത്താം, അതാകുമ്പോൾ നമുക്ക് കുറച്ച് പോയാൽ മതിയല്ലോ ഗൈസ്. അവിടെ ഏത് വണ്ടിയാണ് ഇരിക്കണതെന്ന് നോക്കാം ഗൈസ്. അതൊരു ബുള്ളറ്റാണ് ഗൈസ്, ഒരു ഓറഞ്ച് കളർ ബുള്ളറ്റ്. ഇത് വെച്ചായിരിക്കും ഇനി അടുത്ത രണ്ടാമത്തേക്ക് ടാസ്കുകൾ ചെയ്യാനുള്ളത്. ഇനിയാണെങ്കിൽ വീട്ടിൽ ഉണ്ട് ഗൈസ്, വീടല്ല. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അടിയിൽ അവിടെയാണ് ഒരു പേപ്പർ കിടക്കണത് ഗൈസ്. ഇതാണ് ഇവിടെ ഒരു വണ്ടിയാണെങ്കിൽ കത്തിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. ഇവനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ തന്നെ ചെന്ന് കയറുകയാണ് ഗൈസ്. നീ അങ്ങോട്ട് പോകണ്ട, അപ്പം നമ്മളെ വണ്ടി പൊട്ടിത്തെറിക്കും ഗൈസ്. ഇനിയാണെങ്കിൽ ആ പേപ്പർ എടുത്ത് നമുക്ക് വായിച്ചു നോക്കാം. അതിന് മുമ്പ് നമുക്ക് ഇവിടെ വണ്ടി തരത്തിൽ ഞാനാണെങ്കിൽ പോയി ആ പേപ്പർ വായിക്കട്ടെ ഗൈസ്. ഇതാണ്ട് ഇവിടെയാണ് ആ പേപ്പർ കിടക്കുന്നത് ഗൈസ്. ആ പേപ്പറിലാണെങ്കിൽ എഴുതിയേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെ ഒരു റാം ടെസ്റ്റ് ഉണ്ട്. ആ റാം ടെസ്റ്റിലാണെങ്കിൽ ഈ ബൈക്ക് വെച്ച് ആ റാം ടെസ്റ്റ് കംപ്ലീറ്റ് ആക്കണമെന്നാണ് ആ പേപ്പറിൽ എഴുതിയേക്കുന്നത് ഗൈസ്. ആ റാം ടെസ്റ്റിൻ്റെ സ്ഥലമൊക്കെ എനിക്കറിയാം ഗൈസ്. ദാണ്ട് ഇവിടെ ഏകദേശം അടുത്താണ്. ആ സ്ഥലത്ത് ഇപ്പം നേരത്തെ റാം ടെസ്റ്റ് ചെയ്യണമെന്ന് അറിയില്ലേ, അതിൻ്റെ അടുത്ത് തന്നെ ഗൈസ് കുറേ റാം ടെസ്റ്റ് കൊണ്ട് ഗൈസാണ്. ഞാനാണെങ്കിൽ അത്യാവശ്യം ഇതിൻ്റെ മാക്സിമം സ്പീഡിലാണ് ഗൈസ് ഞാൻ പോകുന്നത്
ഗൈസ് താണ്ട് ഇവിടെ നിന്ന് ആ ഫ്രണ്ടിലാ കാണുന്ന ആ റാം ടെസ്റ്റാണ് ഗൈസ് നമുക്ക് ചെയ്യാനുള്ളത്. ഞാനാണെങ്കിൽ പെട്ടെന്ന് ചെയ്യട്ടെ. ഗൈസ് താണ്ട് ഇവിടെ നിന്ന് നമ്മളാണെങ്കിൽ ചാടണം. ഗൈസ് താണ്ട് ഇതിലിത്തിരി അത്യാവശ്യം സ്പീഡ് കൊടുത്താൽ മതി. ഓവർ സ്പീഡായാൽ നമ്മൾ ഈ റാമ്പിൽ എത്തുകയില്ല, അങ്ങ് വീഴുകയാണ് ഗൈസ്. ഈ കണ്ടെയ്നറിലാണെങ്കിൽ വന്ന് നിന്നിട്ടുണ്ട്. ഈ കണ്ടെയ്നർ ആണെങ്കിൽ ഇനി കറങ്ങി താണ്ട നമുക്ക് അടുത്ത പോകാനുള്ള സ്ഥലത്തോട്ട് എത്തും ഗൈസ്. താണ്ട ഇനി ഈ റാമ്പിൽ കൂടെയാണ് ഗൈസ് നമുക്ക് ബാക്കി കൂടി കംപ്ലീറ്റ് ആക്കാനുള്ളത്. ഗൈസ് താണ്ട ഇവിടുത്തെ ഇങ്ങനെ ചാടി വേണം നമ്മൾ പോകാനുള്ളത്. ഇവിടെ നിന്ന് കുറച്ചൊരു 2-3 കണ്ടെയ്നേഴ്സ് ഇങ്ങനെ ഉണ്ട് ഗൈസ്. ഇനി വരുന്ന അവിടെ നിന്ന് ഇത്തിരി അത്യാവശ്യം ലോക്കായിട്ടുള്ളൊരു ചാടണം ഗൈസ്. ഇനിയാണ് ഈ ഇടത്തോട്ടൊരു വഴിയുണ്ട് ഗൈസ്, നമുക്ക് അതിലേക്കൂടെ പോകണം. നമുക്കാണെങ്കിൽ ഗൈസ് താണ്ട് ഇതിലേക്കൂടെ ചാടിയാൽ മതി ഗൈസ്. താണ്ട് എന്നിട്ടാണ്ട് ഇവിടെ ഒരു ഇതുപോലെ ഉണ്ട്, അതിൽ നിന്നും ചാടി മറ്റേതൊക്കെ ചാടിയാണ് വരാനുള്ള. പക്ഷേ നമ്മളെ വണ്ടിക്കാണെങ്കിൽ സ്പീഡ് കൂടുതലായ കൊണ്ട് അതിലൊന്നും ചാടിയില്ല, നേരെ സ്പീഡിൽ വന്ന് ഗൈസ്. ഇനിയാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ടാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ആ ഒരു ടാസ്കും കൂടെ ഉള്ളു ഗൈസ്. ആ ഒരു ടാസ്ക് എന്നിട്ടാണ് നമുക്കാണെങ്കിൽ വീട്ടിൽ പോയിട്ട് നോക്കിയിട്ട് വരാം ഗൈസ്. ഞാനാണെങ്കിൽ ഇനി അവിടെ പോയിട്ട് ബാക്കിയുള്ള ഇതും കൂടെ കാണിച്ചു തരാം ഗൈസ്. ഞാനാണെങ്കിൽ അവിടെ എത്താറായിട്ടുണ്ട് ഗൈസ്. താണ്ട് ഇവിടെ ഒരു പച്ചക്കാർ കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി അടുത്ത ടാസ്കുകൾ അതിലാണ് ചെയ്യാനുള്ളത് ഗൈസ്. നമ്മളാണെങ്കിൽ വണ്ടിക്ക് ഇത്തിരി ബ്രേക്ക് പിടിച്ചപ്പം കറക്റ്റായിട്ട് അവിടെ നിന്നില്ല, അതുകൊണ്ട് കാറ് തെറിച്ച് പോയി ഗൈസ്. കുഴപ്പമില്ല, ഇനി വേറെ ഡാമേജ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ആണെങ്കിൽ ഇനി അടുത്ത ടാസ്ക് നോക്കിയിട്ട് വരാം ഗൈസ്. ഇനിയാണെങ്കിൽ ഒരു ടാസ്കും കൂടെ ഉള്ളു ഗൈസ്. ബാക്കിയുള്ള 2 ടാസ്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി ഈ ടാസ്ക് എന്താണെന്ന് നോക്കാം. ഗൈസ് ആ പേപ്പറിൽ കൊടുത്തേക്കണം എന്താണെന്ന് വെച്ചാൽ, നമ്മളാണെങ്കിൽ ഒരു മിലിറ്ററി ക്യാമ്പിൽ ചെന്നിട്ടാണെങ്കിൽ അവിടെയാണെങ്കിൽ ഉള്ള മറ്റേ ടാങ്കറില്ലേ, ആ ടാങ്കറാണെങ്കിൽ നമ്മൾ എടുത്തുകൊണ്ട് വരണം ഗൈസ്. ഇതാണ് നമ്മൾ ഈ ബൈക്കിൽ പോയാൽ ശരിയാവുകയില്ല ഗൈസ്, നമുക്ക് കാറിൽ തന്നെ പോകണം ഗൈസ്. ഇനി ഒരു ടാസ്കും കൂടെ ഉണ്ട് ഗൈസ് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ. ഇത് കൂട്ടാതെ നമുക്കിനി ഒരു ടാസ്കും കൂടെ ഉണ്ട് ഗൈസ്. ഇനി നമുക്കാണെങ്കിൽ ഈ വണ്ടി എടുത്താണെങ്കിൽ മിലിറ്ററി ക്യാമ്പിൽ അങ്ങോട്ട് പോകാം ഗൈസ്. ആണെങ്കിൽ എനിക്ക് വഴിയൊക്കെ എനിക്കറിയാം ഗൈസ്. ഈ വണ്ടിക്ക് വേറെ ഡാമേജ് ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. നമ്മൾ നേരത്തെ തെറിപ്പിച്ചില്ലേ ബൈക്കാണെങ്കിൽ, നമ്മൾ സ്പീഡ് കിട്ടാതെ ഗൈസ്. ആണ്ട് ഇവിടെ നിന്ന് ഏകദേശം അടുത്തൊക്കെ തന്നെയാണ് ഗൈസ്. ഈ സൈഡിൽ ഡോറാണെങ്കിൽ കാണില്ല, എനിക്ക് തോന്നുന്നു മറ്റേ ആ ഇടിച്ച ഇതിൻ്റെ ഇതായിരിക്കും. കംപ്ലീറ്റ് ആക്കി നമുക്ക് തരും ഗൈസ്. താണ്ട നമ്മളാ നേരത്തെ ബൈക്ക് കൊണ്ടുവന്ന് ഇടിച്ചപ്പോൾ ഈ കാർ തെറിച്ചു പോയില്ലേ, അതുകൊണ്ട് ഈ കാറിൻ്റെ ഒരു ഡോറ് ഇളകി പോയിട്ടുണ്ട് ഗൈസ്. ഇതിലാണെങ്കിൽ പിന്നെ കാറിന് വരെ ഡാമേജ് ഒന്നും ഇല്ലാതിരിക്കണമെന്നൊന്നും ഈ ടാസ്കിൽ പറഞ്ഞിട്ടില്ല ഗൈസ്. താണ്ട് നമ്മൾ അവിടെ നിന്ന് ആ ബൈക്കിനെ കൂടെ ഇടിച്ചപ്പോൾ നമ്മളെ എല്ലാം ഇളകിപ്പോയി ഗൈസ്. ബമ്പർ ചെറിയ ലൂസുണ്ട്, പിന്നെ ഫ്രണ്ടിലത്തെ ബമ്പറും പോയില്ല, ചെറിയൊരു ഭാഗം മാത്രമേ ടൈറ്റ് ആയിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഡോറ് ഇറങ്ങൂലേ ഡ്രൈവർ, ആ ഭാഗത്തുള്ള ഡോറും പോയി ഗായ്സ്. അണ്ട് ഇവിടെ നിന്ന് ഏകദേശം അടുത്തൊക്കെ തന്നെ എനിക്ക് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ ഗായ്സ്. നമ്മൾ എങ്ങനെ എടുക്കും ആ വണ്ടി, അതാണ് ഞാൻ ആലോചിക്കുന്നത് ഗായ്സ്. മിലിറ്ററി ക്യാമ്പാണ് എന്ന് കയറാൻ പറ്റൂല. നമുക്ക് ഈ സൈഡിൽ കൂടെ ജസ്റ്റ് ഒന്ന് അവിടെ ചെന്ന് അവരേക്കൊന്ന് വാച്ച് ചെയ്ത് നോക്കാം എങ്ങനെയാണ്, നമുക്കൊന്ന് സ്കെച്ച് ഇടാം ഗൈസ്. താണ്ട കുറച്ചും കൂടെ അങ്ങോട്ട് കയറ്റി നിർത്താമോ ഗൈസ്, കുറച്ചും കൂടെ അങ്ങോട്ട് വണ്ടി നമുക്ക് കയറ്റി നിർത്തിയിട്ട് ഇവിടെ നിർത്തിയാൽ മതി. ഇതിലാണെങ്കിൽ വണ്ടി ഇതാണെങ്കിൽ ഇറങ്ങിയിട്ട് കുറച്ചും കൂടെ അങ്ങോട്ട് കയറണം, അല്ലെങ്കിൽ കേസിൽ കാര്യം ചെയ്യാം നമുക്ക്. അവരെന്തായാലും വന്നിട്ടുണ്ട്. ഇനിയാണെങ്കിൽ നമുക്ക് മിലിറ്ററി ക്യാമ്പിൻ്റെ അകത്തോട്ട് നേരിട്ട് അങ്ങ് കയറി പോവാം. ആരെയും പേടിച്ചിടണ്ട, നമുക്ക് ആ ടാങ്കർ വെച്ചാൽ കൊല്ലാം. മിലിറ്ററി കാര്യത്തിൽ കൊണ്ടുവിടാം, ഇത് പിന്നെ ഗെയിം ആയതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. ഇത് ഹെലികോപ്റ്ററാണ് ഗൈസ്, നമുക്ക് ഹെലികോപ്റ്റർ അല്ല നമുക്ക് എടുക്കാനുള്ളത്.
ആ ബാഗിൽ കാണുന്ന ആ ടാങ്കറാണ് നമുക്ക് എടുക്കാനുള്ളത് ഗൈസ്. അത്യാവശ്യം ഈ ക്യാമ്പിലുള്ള എല്ലാ മിലിറ്ററിയിലുള്ള ആൾക്കാരും വന്നിട്ടുണ്ട് ഗൈസ്. ഇത് കുറച്ചും കൂടെ കാർ ഫ്രണ്ടിൽ ഇട്ടാലേ നമുക്ക് ബാക്കിലോട്ട് കറക്റ്റായിട്ടാണെങ്കിൽ കയറ്റി ഇടാൻ പറ്റൂ. ഇതിവിടെ കുറച്ച് പേരുണ്ട്, ഒരു 10 പേരെ അങ്ങാണ്ട് ഗൈസ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ടാങ്കറിൻ്റെ നമുക്ക് ഇത്തിരി ചേർത്ത് തന്നെ ഇടാൻ ഗൈസ്. ഇറങ്ങുമ്പോൾ ഇവർ വണ്ടി ഇത് വെടിവെക്കുമെന്ന് അറിഞ്ഞുകൂടാ. പെട്ടെന്ന് തന്നെ ആണെങ്കിൽ ഈ ടാങ്കറിലാണെങ്കിൽ കയറിയിട്ടാണെങ്കിൽ നമുക്ക് പോവാം ഗൈസ്. ഇനി ഇവരെന്തെങ്കിലും ചെയ്യണമെന്നാണ് ഗൈസ് ഞാൻ ആലോചിക്കുന്നത്. ഇവരെ നമ്മളെ വെടിയൊന്നും വെച്ചില്ല ഗൈസ്. ഇനി എന്തായാലും നമുക്ക് ഒരു കാര്യം ചെയ്യും, ഇവരെ വണ്ടി കയറ്റി കൊണ്ടുപോകാം ഗൈസ്. ഈ ടാസ്കും കൂടെ കംപ്ലീറ്റ് ചെയ്താൽ ഗൈസ് അവർ നമ്മൾ കൊന്നിരിക്കുകയാണ്. അവരെല്ലാവരും തെറിച്ചു പോയി ഗൈസ്. ആണ്ട് ഇവിടെ ഒരു ഹമ്മറാണ്, എന്തിനോ ഒരു വണ്ടി ഒരു മിലിറ്ററിയുടെ സൈഡിൽ കിടക്കുന്നുണ്ട് ഗൈസ്. ആണ്ട് ഇനിയാണെങ്കിൽ നമ്മളെ 3 ടാസ്കും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മളാണെങ്കിൽ അവരെ വെടിയൊന്നും കൊള്ളാതെ ഗൈസാണ് നമ്മൾ സേഫായിട്ട് ഗൈസ്. ഇനിയാണെങ്കിൽ നമുക്ക് പുതിയ വീടൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഞാനാണെങ്കിൽ ഇനി നമുക്ക് വീടിൻ്റെ അവിടെ എത്തിയിട്ട് ഞാൻ ബാക്കിയും കൂടെ കാണിച്ചു തരാം ഗൈസ്. താണ്ട ഇതാണ് നമുക്ക് ആ ടാസ്ക് ചെയ്ത് കിട്ടിയ വീട് ഗൈസ്. അതിനോട് നമുക്ക് കുറച്ച് കാറും കൂടെ കിട്ടി ഗൈസ്. ബുഗാട്ടി, നിസാൻ GTR, BMW M4ൻ്റെ റെഡ് കളറും ഉണ്ട്. പിന്നെ ദാണ്ട BMW M4ൻ്റെ തന്നെ വേറെ പച്ച കളറും ഉണ്ട്. പിന്നെ റോയൽസ് റോയ്സ് ഉണ്ട്, കവാസാക്കി നിഞ്ച GTR ഉണ്ട് ഗൈസ്. പിന്നെ ട്രോൺ ബൈക്ക് അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് നേരത്തെ കൊണ്ട് പോലത്തെ ഒരു മോൺസ്റ്റർ കാറുണ്ട് ഗൈസ്. ആണ്ട് ഇവിടെ ഹോം ടൂർ ഞാൻ എന്തായാലും കിട്ടുന്നതാണ് ഗൈസ്.